സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ സ്തോത്രം ചെയ്യുന്നു. 91 സങ്കീർത്തനം എൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 91. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഒന്നുകൂടി വായിച്ചാൽ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. നല്ല വചനത്തിനായി കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. തന്ന നല്ല വചനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനം, വായിച്ച വചനം ഇതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അതാകുന്നു ദൈവ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച വിഷയം. സ്തോത്രം ചെയ്യുന്നത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്തിട്ട് ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. പറ്റിയിരിക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു കൂടെ നടക്കാം, കൂടെ ഇരിക്കാം, കൂടെ സ്തോത്രം ചെയ്യുന്നു നിന്ന് പലതും ചെയ്യാം. പക്ഷേ പറ്റിയിരിക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. ഏലിയാവ് ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു പിന്നെ കാണുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പേർ ദൈവത്തോടു കൂടെ നടന്നവരുണ്ട്, ദൈവം കൂടെ അവരോട് കൂടെ ഇരുന്നവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനോട് ദൈവം കൂടെ ഇരുന്നു, ഇസാക്കിനോട് ദൈവം കൂടെ ഇരുന്നു, യാക്കോബിനോട് ദൈവം കൂടെ ഇരുന്നു, പൗലൂസിനോട് കൂടെ ഇരുന്നു, ജോസഫിനോട് ദൈവം കൂടെ ഇരുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പറ്റിയിരിക്കുക ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. നാം ആരോട് പറ്റിയിരിക്കണം? സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് പറ്റിയിരിക്കണോ അതോ ലോകക്കാരോട് പറ്റിയിരിക്കണോ? സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തോടുകൂടി നാം പറ്റിയിരിക്കണോ അതോ സ്തോത്രം ചെയ്യുന്നു സാത്താനോട് പറ്റിയിരിക്കണമോ? സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നോക്കാം. സ്തോത്രം ചെയ്യുന്നു. രൂത്തിന്റെ പുസ്തകം സ്തോത്രം ചെയ്യുന്നു 1-ാം അധ്യായം നമുക്ക് വായിക്കാം. രൂത്തിന്റെ 1:14 വായിച്ചാൽ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. ആമേൻ. ഓർപ്പ ചുംബിച്ച് പിരിഞ്ഞു പോയി. രൂത്ത് അമ്മാവി അമ്മയോട് പറ്റി നിന്നു. ന്യായപാലനം നടത്തിയ കാലത്ത് യഹൂദ ദേശത്ത് ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ സ്തോത്രം ചെന്നു ഒരു കുടുംബം മോവാബ് ദേശത്തിലേക്ക് താമസിക്കാൻ പോയി. എലിമെലിക്കും അവരുടെ കുടുംബവും, എലിമെലിക്കും ഭാര്യയും 2 ആൺമക്കളുമായിട്ട് 2 പുത്രന്മാരുമായിട്ട് ക്ഷാമമായിരുന്ന യഹൂദ ദേശത്തു നിന്നും മോവാബ് ദേശത്തിലേക്ക് അവർ പരദേശവാസം ചെയ്യുവാൻ താമസിക്കുവാൻ വേണ്ടി അവർ കടന്നുപോയി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. മോവാബിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിൽ വരുവാൻ താല്പര്യപ്പെടുന്നു. മോവാബ് ദേശം സ്തോത്രം ചെയ്യുന്നു മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാകുന്നു മോവാബ് ദേശം. സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്താകുന്നു രൂത്തും ഓർപ്പയുടെ ജന്മസ്ഥലമാകുന്നു മോവാബ് ദേശം. സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ഒരു അയൽ രാജ്യമാകുന്നു മോവാബ് ദേശം. സ്വന്തം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു സ്വന്തം പിതാവിൽ നിന്നും എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു ലോത്തിൽ നിന്നും സ്വന്തം മകളിനെ ജനിച്ച ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു മക്കളാകുന്നു അവരുടെ പിൻതലമുറക്കാരാകുന്നു. സ്തോത്രം ചെയ്യുന്നു മോവാബ് ദേശത്ത് പാർത്തത്. ആ ദേശമാകുന്നു രൂത്തിൻ്റെയും ഓർപ്പയുടെ സ്ഥലം. ഈ സ്ഥലത്തേക്കാകുന്നു സ്തോത്രം ചെയ്യുന്നു യഹൂദ ദേശത്തു നിന്നും ഒരു കുടുംബം പരദേശവാസത്തിന് വേണ്ടി കടന്നുപോയത്. ഒരു കുടുംബം സ്തോത്രം ചെയ്യുന്നു ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 2 മക്കൾ, 4 പേർ അടങ്ങിയ ഒരു കുടുംബമാകുന്നു. അവർക്ക് പരദേശവാസം ചെയ്യുവാൻ വേണ്ടി അവിടെ താമസിക്കുവാൻ വേണ്ടി കടന്നുപോയത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവർ ഹല്ലേലൂയ 4 പേരും കൂടി ഒരു കുടുംബമായിട്ട്
ദൈവമായിട്ട് അവർ കടന്നുപോയി. സ്തോത്രം ചെയ്യുന്നു. അവിടെ പോയി താമസിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താമസിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നവോമിയുടെ ഭർത്താവ് മരിക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം അവരുടെ 2 പുത്രന്മാരും നവോമി ശേഷിക്കുവാൻ കാരണമായി തീർന്നു. ആ 2 പേർക്കും 2 പുത്രന്മാർക്കും മോവാബ് ദേശത്തിലുള്ള സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ആ സ്ത്രീകളെ 2 പേരും വിവാഹം ചെയ്യുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഓർപ്പ ആദ്യത്തെയുള്ള പേര് ഓർപ്പയും രണ്ടാമത്തുള്ള പേര് രൂത്തുമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. 2 പേരും ആ അന്യജാതിക്കാരിയായിരിക്കുന്ന മോവാബ് ദേശത്തിലുള്ള 2 സ്ത്രീകളെയും 2 പുത്രന്മാർക്ക് വിവാഹം കഴിക്കുവാൻ കാരണമായി തീർന്നു. അതിനുശേഷം സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അവർ 2 അലിലുവാസോത്രം ചെയ്യുന്നു. നവോമിയുടെ 2 പുത്രന്മാരും മരിക്കുവാൻ കാരണമായി തീരുന്നു. സ്തോത്രം ചെയ്യുന്നു. ശേഷിച്ചത് 2 മരുമക്കളും അമ്മാവിയും അമ്മയും മാത്രമാകുന്നു ശേഷിച്ചത്. സ്തോത്രം ചെയ്യുന്നു. അലിലുവാസോത്രം ചെയ്യുന്നു. അതാകുന്നു അവരവിടെ താമസിച്ചത്. സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേമിൽ സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേമിൽ നിന്നും പോയവർ സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേമിന്റെ പ്രത്യേകത സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേമിൽ സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേമിനേക്കാൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. യെരുശലേമിൽ സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേം യെരുശലേമിന് 9 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാകുന്നു. സ്വന്തം ബെത്ലഹേം സ്തോത്രം ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാകുന്നു ബെത്ലഹേം. സ്തോത്രം ചെയ്യുന്നു. ബെത്ലഹേമിന്റെ പേരിന്റെ അർത്ഥം അല്ലെങ്കിൽ അപ്പത്തിന്റെ ഭവനമാകുന്നു അതിന്റെ അർത്ഥം. സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലത്ത് നിന്നുമാകുന്നു സ്തോത്രം ചെയ്യുന്നു അവർ സ്തോത്രം ചെയ്യുന്നു മോവാബ് ദേശത്തിലേക്ക് കടന്നുപോയത്, അവിടെ താമസിപ്പാൻ പോയത്. സ്തോത്രം ചെയ്യുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത സ്ഥലം, ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ബന്ധം, ശപിക്കപ്പെട്ട ദേശമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവവുമായിട്ടും ദൈവനാമത്തിനും ദൈവജനത്തിനും ശത്രുത്വം പുലർത്തുന്ന ദേശമാകുന്നു മോവാബ് ദേശം. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ദേശമാകുന്നു, പാപത്തിലേക്ക് നടത്തുന്ന ദേശമാകുന്നു മോവാബ് ദേശം. ഈ മോവാബ് ദേശത്തിലാകുന്നു സ്തോത്രം ചെയ്യുന്നു ബെത്ലഹേമിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു അവർ സ്തോത്രം ചെയ്യുന്നു കുടുംബത്തോടു കൂടെ അവിടെ അല്ലല്ലോ താമസിക്കുവാൻ പോയത്. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. അവർ അതിന്റെ സ്തോത്രം ചെയ്യുന്നു 1:4 വായിച്ചാട്ടെ. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റുള്ളവർക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. ആമേൻ. മോവാബ് ദേശത്ത് ചെന്ന് പാർത്തു. അവിടെയുള്ള സ്തോത്രം ചെയ്യുന്നു അന്യ സ്ത്രീയായിരിക്കുന്ന അന്യജാതിയായിരിക്കുന്ന 2 സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സഹോദരിമാരെ വിവാഹം കഴിക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 10 വർഷം അവിടെ താമസിക്കുവാൻ കാരണമായി തീർന്നു. ഇതിൻ്റെ ഈ 10 വർഷത്തിൻ്റെ ഉള്ളിലാകുന്നു പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് നവോമിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടത്, നവോമിയുടെ 2 പുത്രന്മാർ നഷ്ടപ്പെട്ടത്. സ്തോത്രം ചെയ്യുന്നു. ശേഷിച്ചത് 2 മരുമക്കളും അല്ലെങ്കിൽ അമ്മാവി അമ്മയും മാത്രമാകുന്നു. ഏകദേശം 10 വർഷം അവിടെ താമസിക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ സ്തോത്രം ചെയ്യുന്നു 6 വായിച്ചാട്ടെ. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവർ മോവാബ് ദേശത്ത് വച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. പണ്ട് എവിടെയായിരുന്നു ആ സ്ഥലത്ത്, സ്വന്തം ദേശത്ത് യഹൂദ ദേശത്ത് ദൈവം സന്ദർശിച്ചുവെന്നും അവിടെയുള്ള ജനത്തിന് ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാ കാര്യങ്ങൾ ചെയ്തുവെന്നും സ്തോത്രം ചെയ്യുന്നു മോവാബ് ദേശത്തിലായിരുന്ന സ്തോത്രം ചെയ്യുന്നു നവോമി തിരിച്ചറിയുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അത് മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നു. സ്വന്തം ജനത്തെ, സ്വന്തം ദേശത്തെ, സ്വന്തം പട്ടണത്തെ ദൈവം സന്ദർശിച്ചു എന്നും അവർക്ക് ആഹാരം കൊടുത്തു എന്നും നവോമി മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. അതിന്റെ സ്തോത്രം ചെയ്യുന്നു 14 വായിച്ചാട്ടെ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഓർപ്പയുടെ പേര് മാൻപേട അല്ലെങ്കിൽ കഷ്ണം ആകുന്നു അതിൻ്റെ പേര്. 2 അർത്ഥമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ച് പിരിയുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു.
ഓർപ്പ ഇങ്ങനെ വിചാരിച്ചിരിക്കും, അമ്മാവിയമ്മയോട് പറഞ്ഞിരിക്കും, സ്തോത്രം ചെയ്യുന്നു, എൻ്റെ ജീവിതം നശിച്ചുപോയി, എൻ്റെ ഭർത്താവ് നശിച്ചുപോയി, സ്തോത്രം ചെയ്യുന്നു, ഞാൻ ഇനിയും നിങ്ങളോട് കൂടെ നിന്നാൽ ഞാനും നശിച്ചു പോകും, സ്തോത്രം ചെയ്യുന്നു, ഇനി നിങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല, നിങ്ങൾക്ക് പ്രായം ചെന്നിരിക്കുന്നു, വയസ്സ് ചെന്നിരിക്കുന്നു, ഞാൻ നിങ്ങളോട് കൂടെ നിന്നാൽ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. അവൾ സ്തോത്രം ചെയ്യുന്നു, അതും ഇതുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി വഴക്കുണ്ടാക്കി സ്തോത്രം ചെയ്യുന്നു. അവളുടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാൻ കാരണമായി തീർന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവളുടെ പഴയ ജീവിതത്തിലേക്ക്, പഴയ ഭവനത്തിലേക്ക്, പഴയ ദേശത്തിലേക്ക് സ്തോത്രം ചെയ്യുന്നു. അവളുടെ സ്വന്തം ഭവനത്തിലേക്ക്, അവളുടെ സ്വന്തം ദേവൻ ആരാധിക്കുന്ന പഴയ ജീവിത മാർഗത്തിലേക്ക് അവൾ സ്തോത്രം ചെയ്യുന്നു. അവൾ തിരിയുവാൻ കാരണമായി തീർന്നു. അമ്മാവി അമ്മയെ ചുംബിച്ച് 10 വർഷത്തിന്റെ സ്തോത്രം ചെയ്യുന്നു ബന്ധമെല്ലാം അവസാനിപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അമ്മാവി അമ്മയെ അവസാനമായിട്ട് ചുംബിച്ച് പിരിയുവാൻ കാരണമായി തീർന്നു, സ്തോത്രം ചെയ്യുന്നു. കഷ്ടത വന്നതുകൊണ്ട്, ഇല്ലായ്മ വന്നതുകൊണ്ട്, ശൂന്യത വന്നതുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട്, എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം നഷ്ടമായ അമ്മാവി അമ്മയെ ഉപേക്ഷിച്ച് ഒരു മരുമകൾ മടങ്ങിപ്പോവാൻ കാരണമായി തീർന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കാലത്തെ പോലത്തെ അമ്മാവി അമ്മയും മരുമകളുമല്ല, പണ്ടത്തെ കാലത്തിലെ അമ്മാവിയും മരുമകളും സ്തോത്രം ചെയ്യുന്നു. പണ്ട് ഒത്തിരി കണക്ഷൻ ഉണ്ടായിരുന്നു, പല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്തോത്രം ചെയ്യുന്നു, അമ്മാവി അമ്മ മരുമകളോട് വഴക്കുണ്ടാക്കും, മരുമകൾ അമ്മാവി അമ്മയോട് കൂടെ വഴക്കുണ്ടാക്കും, സ്തോത്രം ചെയ്യുന്നു. ആ കാലഘട്ടത്തിലാകുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കണ്ണിലും അല്ലെങ്കിൽ മുൻപിലും കാണുന്നതാലൊക്കെ നമുക്ക് അതൊക്കെ വായിക്കാം, നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത് സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ വയസ്സ് പ്രായം ചെന്ന അമ്മാവി അമ്മമാരെ, അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, സ്തോത്രം ചെയ്യുന്നു. അവരുടെ കഷ്ട സമയത്ത്, അവിടെ വേദനിക്കുന്ന സമയത്ത്, ഇല്ലായ്മയുടെ സമയത്ത് സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, കഷ്ട സമയത്ത്, വേദനിക്കുന്ന സമയത്ത്, ആരും ആശ്രയിപ്പാൻ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം ചെയ്യുന്നു, അവരെ നാം അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്, സ്തോത്രം ചെയ്യുന്നു. അവരെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം സ്തോത്രം മരിച്ചതിന് ശേഷമല്ല അവരെ നോക്കാനത് ആടുവെട്ടാനും കോഴിവെട്ടാനും അല്ലെങ്കിൽ മാടുവെട്ടാനും സ്തോത്രം ചെയ്യുന്നു. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടി, വൃദ്ധരായവർക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാകുന്ന അവരുടെ കഷ്ടകാലത്ത് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭാരത്തോടിരിക്കുമ്പോൾ, ദുഃഖത്തോടിരിക്കുമ്പോൾ, സന്തോഷത്തോടിരിക്കുമ്പോൾ, സഹായം ആവശ്യമുള്ള സമയത്ത് സ്തോത്രം ചെയ്യുന്നു അവരെ സഹായിക്കേണ്ടത് ആവശ്യമാകുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ദൈവജന്മയെ സ്തോത്രം, നമ്മുടെ മാതാവിനെയും പിതാവിനെയും ആരെയും ഉപേക്ഷിക്കരുത്, എന്നും കൊണ്ടാക്കരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്. അവരുടെ ആയുസ്സുകാലം മൊത്തം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ, സ്തോത്രം ചെയ്യുന്നു. ഒരു ഓർപ്പ സ്തോത്രം ചെയ്യുന്നു, വയസ്സായ വൃദ്ധയായ സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, ആ വിധവയെ സ്തോത്രം ഉപേക്ഷിച്ച് കഷ്ടത്തിൽ നിൽപ്പാൻ കഴിയാതെ, പ്രയാസത്തിൽ നിൽപ്പാൻ കഴിയാതെ ഒരു അമ്മാവി അമ്മയെ സ്തോത്രം ഉപേക്ഷിച്ചിട്ട് ചുംബിച്ച് പിരിഞ്ഞു പോവാൻ കാരണമായി തീർന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ രൂത്ത് സ്തോത്രം ചെയ്യുന്നു, അമ്മാവി അമ്മയെ ചുംബിച്ചില്ല, സ്തോത്രം ചെയ്യുന്നു. അമ്മാവി അമ്മയെ കെട്ടിപ്പിടിച്ചില്ല, സ്തോത്രം ചെയ്യുന്നു. അമ്മാവി അമ്മയോട് സ്തോത്രം ചെയ്യുന്നു പറ്റിയിരിക്കുവാൻ കാരണമായി തീർന്നു, സ്തോത്രം ചെയ്യുന്നു. എന്താ കാരണം? സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, പലരും ഒരു മരുമകൾ കഷ്ടത വന്നതുകൊണ്ട്, ഇല്ലായ്മ വന്നതുകൊണ്ട് ഒളിച്ചോടി. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, രൂത്ത് ഒന്നും ഒളിച്ചോടില്ല. അവൾ വരുന്ന ഭാവി ജീവിതത്തിൽ വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് രൂത്ത് മനസ്സിലാക്കിയില്ല. അവളൊന്നും കണ്ടില്ല. അവൾ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച്, ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, അവളുടെ ഭാവി ജീവിതം എവിടെയാവും, എന്തായി തീരും, എങ്ങനെയായി തീരും, എവിടെ എത്തപ്പെടും, എങ്ങനെ ജീവിക്കണമെന്നൊന്നും അല്ലെങ്കിൽ രൂത്ത് ഓർത്തില്ല, സ്തോത്രം ചെയ്യുന്നു. അവളുടെ കഷ്ടത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും ശൂന്യതയിലും കൂടെ നിറഞ്ഞ് അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൾ അല്ലെങ്കിൽ യുവതിയായിരുന്ന സ്തോത്രം ചെയ്യുന്നു രൂത്ത്, വിധവയായ എല്ലാം നഷ്ടപ്പെട്ട് വിധവയോടുകൂടെ താമസിപ്പാനും ജീവിപ്പാനും
പറ്റിയിരുന്നു. അമ്മേ സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായവർക്കായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ ഒളിച്ചു ഓടാതെ, വിഷയത്തിൽ നിന്നും ഒളിച്ചു ഓടാതെ, പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചു ഓടാതെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളോട് കൂടെ നഷ്ടപ്പെട്ടവൾ പറ്റിയിരിക്കാൻ കാരണമായി തീർന്നു. പറ്റിയിരിക്കാനുള്ള കാരണം സ്തോത്രം ചെയ്യുന്നു, അവർക്ക് അധിക വർഷം ബന്ധമില്ല, 10 വർഷത്തെ ബന്ധമേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നവോമി ആരെന്ന് രൂത്തിന് നന്നായി അറിയാം. സ്തോത്രം ചെയ്യുന്നു. നവോമിയുടെ ദൈവം ആരെന്ന് രൂത്തിന് നന്നായി അറിയാം. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം അല്ലെങ്കിൽ നവോമി സ്തോത്രം ചെയ്യുന്നു എന്നും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമെന്ന് അല്ലെങ്കിൽ സ്തോത്രം രൂത്ത് നന്നായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നു രൂത്തിന്റെ അമ്മയുടെ ദൈവത്തെ കൂടുതൽ വിശ്വസിപ്പാനും സ്നേഹിപ്പാനും തക്കവണ്ണം അല്ലെങ്കിൽ രൂത്തിന് കഴിഞ്ഞത്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രൂത്ത് നവോമിയോട് പറ്റിയിരിപ്പാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം പറ്റിയിരിക്കുക ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം നാട്ടിൽ സ്തോത്രം ചെയ്യുന്നു മരത്തിന്റെ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്തോത്രം ചെയ്യുന്നു കുരുമുളകിന്റെ തണ്ട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു കുരുമുളക് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കുരുമുളകിന്റെ തണ്ട് സ്തോത്രം ചെയ്യുന്നു വൃക്ഷത്തിനോട് ചേർന്ന് പറ്റിയിരുന്ന് അത് വളർന്ന് അല്ലെങ്കിൽ ഫലം കാഴ്ചക്കൊണ്ടേയിരിക്കും. അതാകുന്നു പറ്റിയിരിക്കുക, പറ്റി അല്ലെങ്കിൽ ചേരുക. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവത്തോടു കൂടെ പറ്റിയിരിക്കണം. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ രൂത്ത് ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത സ്ത്രീ ആയിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു നവോമിയോട് കൂടെ രൂത്ത് പറ്റിയിരിപ്പാൻ കാരണമായി തീർന്നു. അതിന്റെ സ്തോത്രം ചെയ്യുന്നു 19-ാമത്തെ വാക്യം വായിച്ചാൽ അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലേഹം വരെ നടന്നു. അവർ ബേത്ലേഹമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ആമേൻ. സ്തോത്രം. രണ്ടുപേരും സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. രണ്ടുപേരും ഒരു മരുമകളും അമ്മാവിയും അമ്മയുമായിട്ട് നടന്നു ബെത്ലഹേമിലേക്ക് എത്തുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ പോയത് സ്തോത്രം ചെയ്യുന്നു 4 പേര് പോയി. സ്തോത്രം ചെയ്യുന്നു. സ്വന്തം ഭർത്താവ് 2 പുത്രന്മാർ അല്ലെങ്കിൽ സ്തോത്രം ബെത്ലഹേമിൽ നിന്നും യഹൂദ ദേശത്തു നിന്നും മോവാബ് ദേശത്തിലേക്ക് പോയത്. എന്നാൽ മടങ്ങി വന്നതോ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ മടങ്ങി വന്നത് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം നവോമി അന്യജാതിക്കാരിയായിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു രൂത്തുമായ മടങ്ങി വന്നിരിക്കുന്നത്. ഭർത്താവ് കൂടെ ഇല്ല, 2 പുത്രന്മാർ കൂടെ ഇല്ല, അല്ലെങ്കിൽ ഒരു മരുമകളും കൂടെ ഇല്ല. സ്തോത്രം വേറൊരു മരുമകളുമായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ജനമെല്ലാം അല്ലെങ്കിൽ സ്ത്രീജനമെല്ലാം ഇളകുവാൻ കാരണമായി തീർന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇത് നവോമിയോ അത് ഒന്നുകൂടി വായിച്ചോട്ടെ. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്നെ വിളിപ്പി. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നവോമി എന്നെ വിളിക്കരുത്, മാറ എന്ന് വിളിപ്പി. സ്തോത്രം എന്ന് പറഞ്ഞ മാറ കൈപ്പുള്ളത്, കൈപ്പ്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നവോമി ഒന്നും എൻ്റെ പേരിന് ഞാൻ അർഹതയില്ല. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു മാറ എന്ന് വിളിപ്പി. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കൈപ്പുള്ളത് ദൈവം എനിക്ക് ചെയ്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്നും ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ മടങ്ങിപ്പോയി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും മടങ്ങിപ്പോയത് കൊണ്ട് ദൈവം എനിക്ക് കൈപ്പായി ചെയ്തിരിക്കുന്നു. എനിക്ക് മാത്രമല്ല കുടുംബത്തിനും ഭവനത്തിനും അല്ലെങ്കിൽ കൈപ്പായി ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം തിരിഞ്ഞു നിൽക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ഞാൻ നിറഞ്ഞവളായി ഞാൻ പോയി. സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ബെത്ലഹേമിൽ നിന്നും സ്തോത്രം ഞാൻ നിറഞ്ഞവളായി പോയതാ. സ്തോത്രം ചെയ്യുന്നു. യഹൂദ ദേശത്തു നിന്നും ഞാൻ നിറഞ്ഞവളായി പോയിരുന്നു. നന്മയുടെ അനുഗ്രഹത്തോടെ സന്തോഷത്തോടു കൂടെ ഞാൻ പോയതാ. ക്ഷാമം വന്നപ്പോൾ ഞാൻ പോയതാ. സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന സ്ഥലത്തു നിന്നും സ്തുതിക്കാത്ത സ്ഥലത്തേക്ക് ഞാൻ പോയി. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദേശത്തു നിന്നും ദൈവത്തെ ആരാധിക്കാത്ത ദേശത്തിലേക്ക് ഞാൻ പോയി. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തു നിന്നും ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോയി. അല്ലെങ്കിൽ സ്ഥലത്തേക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്നും ശപിക്കപ്പെട്ട ദേശത്തിലേക്ക് പോയി. സ്തോത്രം ചെയ്യുന്നു. നന്മയുള്ള സ്ഥലം വിട്ടിട്ട് നന്മയില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സാന്നിധ്യം ഇറങ്ങുന്ന പട്ടണത്തിൽ നിന്നും
ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത പട്ടണത്തിലേക്ക് പോവാൻ കാരണമായി തീർന്നു. അല്ലെങ്കിൽ ഞാൻ നിറഞ്ഞവളായി പോയി സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇന്ന് സ്തോത്രം ചെയ്യുന്നു, എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. യഹോവ എനിക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ നിന്റെ നന്മ നഷ്ടപ്പെടും, നിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും, നിനക്കുള്ളതെന്ന് എല്ലാം നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൾ സ്തോത്രം ചെയ്യുന്നു, ദൈവഹിത പ്രകാരമില്ലാത്ത സ്ഥലത്ത്, ദൈവം വസിക്കാത്ത സ്ഥലത്ത്, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലത്ത് അവൾ പോയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു, ദൈവം തന്നെ അവർക്ക് വിരോധമായി, നവോമിക്ക് കുടുംബത്തിനും വിരോധമായി നിൽപ്പാനും എഴുന്നേൽപ്പാനും പ്രവർത്തിക്കുവാനും കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ ദൈവം എനിക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു, ദൈവം എനിക്ക് വിരോധമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി അല്ലെങ്കിൽ അടുത്ത വാക്യം വായിച്ചാട്ടെ പെട്ടെന്ന്. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ. 22 വായിക്കും. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. ഇങ്ങനെ സ്തോത്രം ചെയ്യുന്നു, ഇരുവരും മരുമകളും അമ്മാവി അമ്മയും സ്തോത്രം ചെയ്യുന്നു, രൂത്തും നവോമിയുമായിട്ട് ബെത്ലഹേമിലേക്ക് മടങ്ങി വന്ന്, ബെത്ലഹേം സ്തോത്രം ചെയ്യുന്നു മടങ്ങി വരുവാൻ, അല്ലെങ്കിൽ മടങ്ങി വന്ന് കൊയ്ത്തിന്റെ ആരംഭത്തിൽ സ്തോത്രം ചെയ്യുന്നു, കൊയ്ത്തിന്റെ ആരംഭത്തിൽ മടങ്ങി വന്ന്, കൊയ്ത്ത് തുടങ്ങുന്ന സമയത്ത് മടങ്ങി വന്ന്, തീരുന്ന സമയത്തല്ല, തുടങ്ങുന്ന സമയത്തിന് സ്തോത്രം ചെയ്യുന്നു മടങ്ങി വന്ന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ യൗവം ബൈബിൾ നാടുകളിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു പ്രധാന ധാന്യമാണ് യൗവം. കോതമ്പിന്റെയും യൗവത്തിന്റെയും ദേശമാകുന്നു പാലസ്തീൻ ദേശം. സ്തോത്രം ചെയ്യുന്നു. സാധുക്കളുടെ അല്ലെങ്കിൽ മുഖ്യ ആകാരമാകുന്നു അല്ലെങ്കിൽ യൗവം. സ്തോത്രം ചെയ്യുന്നു. കോതമ്പും കൊയ്ത്തും മുമ്പേ ആകുന്നു യൗവത്തിന്റെ കൊയ്ത്ത്. സ്തോത്രം ചെയ്യുന്നു. ജൂലൈ ഓഗസ്റ്റ് യൗവ കൊയ്ത്ത് നടത്തുന്നത്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മാസങ്ങളിലാണ് യൗവം കൊയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മുൻമഴയ്ക്ക് ശേഷം ഓഗസ്റ്റിലും നവംബറിലും യൗവം വിതയ്ക്കപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇവരെ കൊയ്യുന്ന സമയത്താകുന്നു വന്നത്. സ്തോത്രം. കാലാവസ്ഥ അവർക്ക് അനുകൂലമായിരുന്നു, ദേശം അവർക്ക് അനുകൂലമായിരുന്നു, എല്ലാം അനുകൂലമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ആ സമയത്താകുന്നു അവർ മടങ്ങി വന്നത്. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നീ മടങ്ങി വന്നാൽ സ്തോത്രം ചെയ്യുന്നു, നിനക്ക് പുതിയ നന്മ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ വിടുതലുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ മടങ്ങി വന്നാൽ ദൈവം നിനക്ക് വലിയ കൊയ്ത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും ഒന്നും നിനക്ക് പ്രാപിക്കുവാനോ സ്വന്തമാക്കുവാൻ അനുഭവിക്കുവാനോ കഴിയത്തില്ല. ദൈവം നിന്നെ മടങ്ങി വരുവാൻ, നിന്റെ കുടുംബം മടങ്ങി വരുവാൻ, ആദ്യ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാൻ, ആദ്യ സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ, ആദ്യ വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ, ആദ്യ സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നേരത്തെ നിന്നെ എന്തിനാണോ ഏൽപ്പിച്ചത്, എന്തിനാണോ വിളിച്ച് തിരിച്ചത് അത് ചെയ്യുവാൻ തക്കവണ്ണം നീ മടങ്ങി വാ. നീ മടങ്ങി വാ. ആദ്യ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ, ആദ്യ വിശുദ്ധിയിലേക്ക് മടങ്ങി വാ. നീ മടങ്ങി വരുവാൻ എന്റെ ദൈവം നിന്നെ സ്നേഹത്തോടെ നിന്നെ വിളിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. മടങ്ങി വന്ന ദൈവം ചെറുതല്ല. വലിയ വലിയ കൊയ്ത്തും നന്മകളും വലിയ വലിയ ശുശ്രൂഷകളും വേദികളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ മടങ്ങി വാ, മടങ്ങി വാ. ദൈവാത്മാവിൽ ദൂതറിയിക്കുന്നു, മടങ്ങി വാ. സ്തോത്രം ചെയ്യുന്നു. നീ അകന്നിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രമാണത്തിൽ നിന്നും അകന്നിരുന്നാൽ, വിശുദ്ധിയിൽ നിന്നും അകന്നു പോയാൽ, പ്രാർത്ഥനയിൽ നിന്നും അകന്നു പോയാൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നീ മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുവാൻ, ഭവനത്തിന് വേണ്ടി ചെയ്യുവാൻ എന്റെ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു. നീ മടങ്ങി വാ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവർ വന്നത് സ്തോത്രം ചെയ്യുന്നു യൗവ കൊയ്ത്തിന്റെ ആരംഭത്തിലാകുന്നു വന്നത്. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 2-ാം അധ്യായത്തിൽ സ്തോത്രം ചെയ്യുന്നു. 2-ാം അധ്യായത്തിന്റെ 2 വായിച്ചാട്ടെ. 2:2 പെട്ടെന്ന്. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോടെ ഞാൻ വയലിൽ ചെന്നേ എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചു കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അവർ കൊയ്ത്തിന്റെ ആരംഭത്തിൽ തന്നെ ബെത്ലഹേമിൽ വന്ന് എത്തി. സ്തോത്രം ചെയ്യുന്നു. സ്വന്തം ദേശത്ത്, സ്വന്തം പട്ടണത്തിലേക്ക് അവർ മടങ്ങി വന്ന് സ്തോത്രം ചെയ്യുന്നു. നവോമിയോട്
അല്ലെ അമ്മാവി അമ്മയോട് രൂത്ത് പറയുന്ന സ്തോത്രം ചെയ്യുന്നു, എന്നോട് കൃപ തോന്നുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്തോത്രം ചെയ്യുന്നു ഞാൻ കൊയ്യുവാൻ പോകുന്നു എന്ന് പറയുവാൻ കാരണമായി തോന്നുന്നു. അതൊന്നുകൂടി വായിച്ചാട്ടെ. എന്നാൽ മോവാബ് സ്ത്രീയായ രൂത്ത് നവോമിയോടെ, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചു, കതിർ പെരുകട്ടെ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. എന്നാൽ മോവാബ് സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പറക്കിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് പറഞ്ഞു. സ്തോത്രം. അമ്മാവി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടെ വാക്കിനാൽ സ്തോത്രം ചെയ്യുന്നു. അവൾ സ്തോത്രം ചെയ്യുന്നു വയലിലേക്ക് സ്തോത്രം ചെയ്യുന്നു കൊയ്യുവാൻ വേണ്ടി പോവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ആമേൻ. അവൾ അങ്ങനെ വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിന്നാലെ പറക്കുവാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നവരോട് ചേർന്ന് നാം സ്തുതിക്കണം, ആരാധിക്കുന്നവരോട് ചേർന്ന് നാം ആരാധിക്കണം, പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് നാം പ്രാർത്ഥിക്കണം, പാടുന്നവരോട് ചേർന്ന് നാം പാടണം. സ്തോത്രം ചെയ്യുന്നു. രൂത്ത് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കൊയ്യുന്നവരുടെ മുൻപിലല്ല സ്തോത്രം ചെയ്യുന്നു. രൂത്ത് കൊയ്യുന്നവരുടെ ബാക്കിൽ നിന്ന് സ്തോത്രം ചെയ്യുന്നു കൊയ്യുവാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. നമ്മളെപ്പോഴും ദൈവത്തിന്റെ മുൻപാലല്ല സ്തോത്രം നടക്കാണ്ടതും പ്രവർത്തിക്കാണ് ക്രിസ്തുവിന്റെ പിന്നിലാകുന്നു നാം നിൽക്കാണ്ടതും പ്രവർത്തിക്കാണ്ടതും നടക്കാണ്ടതും. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ സ്തോത്രം ചെയ്യുന്നു 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അവൾ രാവിലെ മുതൽ വന്ന് വൈകുന്നേരം വരെ അവൾ പറക്കിക്കൊണ്ടേയിരുന്നു. സ്തോത്രം ചെയ്യുന്നു. വീട്ടിലിരിപ്പാൻ സമയമില്ല, അല്ലെ കിട്ടിയ സമയമെല്ലാം ഈ വയലിലുള്ള ജീവിതമായിട്ട് അവൾ ലയിച്ച് പോകുകയായിരുന്നു. സ്തോത്രം. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്തോത്രം ചെയ്യുന്നു അവൾ പറക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. 14-ാമത്തെ വാക്യം വായിച്ചാൽ. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തരായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഭക്ഷണ സമയത്ത് ബോവാസ് സ്തോത്രം ചെയ്യുന്നു അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ബാല്യക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം, ബാല്യക്കാർക്ക് വേണ്ടി കോരി വെച്ചിരിക്കുന്ന വെള്ളം കുടിപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു രൂത്തിനോട് അല്ലെങ്കിൽ ബോവാസ് പറയുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അവൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. നീ എന്നും സ്തോത്രം ചെയ്യുന്നു അവർ കഴിക്കുന്നത് അവർ കൊണ്ടുവരുന്നതെന്ന് കഴിപ്പാനല്ല ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. എല്ലാ നാളും അങ്ങനെ ജീവിപ്പാനല്ല. സ്തോത്രം ചെയ്യുന്നു. ദൈവം നിനക്കും നല്ലതും വലുതുമായ വിശാലമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇത് താൽക്കാലികമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അവർ തരുന്നത് കഴിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ പിറുപിറുക്കാതെ സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധി ദൈവത്തോടു കൂടെ നിന്ന് ദൈവം തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കുകയും മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. നിനക്ക് ബാല്യക്കാർ സ്തോത്രം എന്നും ബാല്യക്കാർ കൊണ്ടുവരുന്നതും കഴിച്ചുകൊണ്ടിരിപ്പാനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്, നിന്റെ കുടുംബത്തെ വിളിച്ച് വേർതിരിച്ചത്. ദൈവം നിനക്ക് വലിയ നന്മകൾ ഒരുക്കി വെച്ചിട്ടാകുന്നു. അല്ലെങ്കിൽ നിനക്ക് കഷ്ടവും ദുഃഖവും പ്രയാസവും വേദനകളും ദൈവം തരുന്നത് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അന്യപാത്രത്തിൽ നിന്ന് കോരിക്കൊടുപ്പാനല്ല ദൈവം നീ മറ്റുള്ളവർക്ക് കോരിക്കൊടുക്കത്തക്ക രീതിയിൽ നിന്റെ കയ്യിൽ നന്മ തരും, നിന്റെ കലത്തിൽ നന്മ തരും, അനുഗ്രഹങ്ങൾ തരും, നിന്റെ ഭവനത്തിൽ നന്മയും അനുഗ്രഹങ്ങളും തരും. സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ തരുന്നതും കഴിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് അത് താൽക്കാലികമാകുന്നു.
പറയുന്നു, നിന്നെ അതിനോർത്ത് ഭാരപ്പെടേണ്ട, നിനക്ക് വലിയ വിശാലത ഉള്ളത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് ഒന്നുമില്ലായിരിക്കാം, നിന്റെ പോക്കറ്റിൽ നിന്ന് ഒന്നുമില്ലായിരിക്കാം, നിന്റെ ബാഗിൽ ഒന്നുമില്ലാതെ ഇരിക്കാം. സ്വത്രം ചെയ്യുന്നു. ആ ശൂന്യതയെല്ലാം എന്റെ ദൈവത്തിന് അറിയാം. നിറവുള്ള ദൈവത്തെ ആകുന്നു നീ ആരാധിക്കുന്നത്. എന്നും സ്വത്രം ചെയ്യുന്നു പറക്കിക്കൊണ്ട് നടപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നൊന്നും നീ അലഞ്ഞു തിരിഞ്ഞ് നടപ്പാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിപ്പിക്കും. ദൈവം നിന്നെ കൊണ്ടുപോകാണ്ട പട്ടണത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കും. അവിടെ വിശാലത ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് നീ മടങ്ങിവ, അതിലേക്ക് മടങ്ങിവ, വലിയൊരു കൊയ്ത്തിലേക്ക് കയറിവ, മടങ്ങിവ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 17 വായിച്ചാട്ടെ. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മരിച്ചപ്പോൾ ഏകദേശം 1 പറ യവം ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് സ്തോത്രം ചെയ്യുന്നു, വേദനിച്ച് വേർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു വൈകുന്നേരം വരെ പലരും കൊയ്തത് അല്ലെങ്കിൽ മെതിച്ചു നോക്കിയപ്പോൾ സ്തോത്രം ചെയ്യുന്നു 1 പറ യൗവം ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അവളുടെ വേദന അനുഭവിച്ച് അവൾ കണക്ക് നോക്കുമ്പോൾ 1 പറ യൗവം ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ബുദ്ധിമുട്ടിന്റെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിൽ, ശൂന്യതയുടെ നടുവിൽ അവളൊരു അധ്വാനശീലിയായിരുന്നു. ശീലം അവളുണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അമ്മാവി അമ്മയെ പോറ്റുവാൻ, ഭവനത്തെ പോറ്റുവാൻ തക്കവണ്ണം അവൾ സ്തോത്രം ചെയ്യുന്നു. മടി കൂടാതെ അല്ലെങ്കിൽ സ്വന്തം കഴിവിന് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിതത്തിൽ ആശ്രയിച്ച് സ്വന്തമായിട്ട് സ്വന്തം ജീവിതം കെട്ടിപ്പണിയുവാൻ തക്കവണ്ണം അവൾ ഇറങ്ങി പുറപ്പെട്ടവളാകുന്നു. രൂത്ത് സ്തോത്രം ചെയ്യുന്നു. രൂത്ത് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ കൊയ്തിട്ട് സ്തോത്രം ചെയ്യുന്നു. കൊയ്തത് മെതിച്ചു നോക്കിയപ്പോൾ 1 പറ യൗവം ഉണ്ടായിരുന്നു. നീ രാവിലെ വന്നത് മുതൽ ഇത്രയും സമയം വരെ എത്ര ദൈവത്തെ സ്തുതിച്ചു, എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തി, എത്ര സ്തോത്രം ചെയ്തു എന്ന് നീ അളന്ന് നോക്കാണത് ആവശ്യമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 18ാമത്തെ വാക്യം വായിച്ച അവൾ അതെടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മായി അമ്മ കണ്ടു. താൻ തിന്ന് ശേഷിപ്പിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അവൾ അല്ലിലോ കൊയ്തെടുത്ത 1 പറ യൗവം യൗവമായിട്ട് സ്തോത്രം ചെയ്യുന്നു അവൾ കഴിച്ച് ശേഷിച്ചതിൽ സ്തോത്രം ചെയ്യുന്നു. അമ്മാവി അമ്മ ഭവനത്തിലിരിക്കുന്ന അമ്മാവി അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. നീ ആലയത്തിൽ വന്ന് വചനം കേൾക്കുമ്പോൾ, വിടുതൽ പ്രാപിക്കുമ്പോൾ, നന്മ പ്രാപിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. നീ ഭവനത്തിൽ ഇരിക്കുന്നവരോട് കൂടെ നീ കേട്ട ദൈവവചനം, ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ച് അവരോട് ഷെയർ ചെയ്യണം. നീ മാത്രം നന്മയും അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിച്ചാൽ പോരാ, നീ മാത്രം ആഹാരം കഴിച്ചാൽ പോരാ. നിന്നെ കാത്ത് ഒരു വ്യക്തി സ്തോത്രം നിന്നെ കാത്ത് ഭവനത്തിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലല്ലോ നിന്നെ കാത്തിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി നീ കരുതിക്കൊള്ളണം. സ്തോത്രം ചെയ്യുന്നു. നിന്റെ നന്മ അവരും അനുഭവിക്കട്ടെ. നിന്റെ സന്തോഷം അവരും അനുഭവിക്കട്ടെ. നിന്റെ സമാധാനം അവരും അനുഭവിക്കട്ടെ. നീ അനുഭവിക്കുന്ന സന്തോഷം വിടുതലും അവരും അനുഭവിക്കട്ടെ. നീ ഭവനത്തിൽ ചെന്ന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് അവർക്ക് ഭവനത്തിൽ ഇരിക്കുന്നവർക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടായെങ്കിൽ അവരെ കുറിച്ച് യേശുവിനെ കുറിച്ച് അവരോട് പറയണം. സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിടുതൽ അവരോട് പറയണം. ഭവനത്തിൽ പോയി നീ ഷെയർ ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. അവൾ പട്ടണത്തിലെ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിൽ പോയി നവോമിക്ക് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം കയ്യിൽ അല്ലെങ്കിൽ ശേഷിച്ച ആഹാരം കൊടുത്ത് 1 ദിവസത്തെ കൂലിയായി കിട്ടിയ 1 പറ യൗവം കൊടുക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന്റെ സ്തോത്രം ചെയ്യുന്നു. 3ന്റെ സ്തോത്രം ചെയ്യുന്നു. 3-ാം അധ്യായത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. 14ാമത്തെ വാക്യം വായിച്ചാട്ടെ. അങ്ങനെ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞതെന്നുകൊണ്ട് ആളറിയാകും മുമ്പ് അവൾ എഴുന്നേറ്റു. അതൊന്നുകൂടി വായിച്ചാട്ടെ. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവൾ അവന്റെ കാൽക്കൽ കിടന്നു. സ്തോത്രം. വയലിന്റെ ഉടമസ്ഥൻ ബോവാസിന്റെ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു കാൽക്കൽ രാത്രി സ്തോത്രം ചെയ്യുന്നു. അവന്റെ കാൽക്കന്റെ പാദപിടത്തിൽ സ്തോത്രം ചെയ്യുന്നു. രൂത്ത് കിടക്കയായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു. സ്തോത്രം ചെയ്യുന്നു.
കാൽക്കൽ ഉടമസ്ഥനായിരിക്കുന്ന യജമാനായിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ബോവാസിൻ്റെ കാൽക്കൽ രൂത്ത് കിടപ്പുണ്ട്. എന്തിനാ കിടക്കുന്നത്? സ്തോത്രം ചെയ്യുന്നു. ഇച്ചിരി ആശ്വാസത്തിന് വേണ്ടിയാണ് കിടക്കുന്നത്, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് കിടക്കുന്നത്, ഒരു അനുഗ്രഹം പ്രാപിപ്പാണ് കിടക്കുന്നത്, ഒരു അല്ലുവാസു ഭാവി ജീവിതത്തിന് വേണ്ടിയാണ് കിടക്കുന്നത്. പലതും ചിന്തിച്ചും അല്ലെങ്കിൽ വേദനിച്ചുമാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഒറ്റയ്ക്ക് അവൾ ജീവിപ്പാൻ കഴിയത്തില്ല, ഒറ്റയ്ക്ക് നടപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന് വേണ്ടി അവൾ പ്രത്യാശയോടുകൂടെ കിടക്കുന്നു. പ്രത്യാശയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അവൾ ദൈവത്തെ വിചാരിച്ചും ആഗ്രഹിച്ചും സ്തോത്രം ചെയ്യുന്നു. നവോമിയുടെ ദൈവത്തെ ആശ്രയിച്ച് വിശ്വസിച്ച് അവൾ കിടപ്പുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ജനമേ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പാദപീഠത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിട്ടേ മറ്റുള്ളവരെ മാനിക്കത്തുള്ളൂ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടേ മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവം നിനക്ക് വിടുതൽ തന്നിട്ടേ മറ്റുള്ളവർക്ക് ദൈവം വിടുതൽ കൊടുക്കത്തുള്ളൂ. ദൈവം നിന്നെ രക്ഷിച്ചിട്ടേ മറ്റുള്ളവരെ ദൈവം രക്ഷിക്കത്തുള്ളൂ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് നിനക്കാന്നു. ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നാൽ നിനക്ക് വിടുതലുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, വളർച്ചയുണ്ട്, ഉയർച്ചയുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പാദപീഠം വിട്ട് നീ എങ്ങും പോകരുത്, ഒളിക്കരുത്, ഒളിച്ചു ഓടരുത്. എങ്കിലും അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിനക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിൽ നിന്ന് ഒന്നും നേടുവാൻ കഴിയത്തില്ല. നീ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ കഴിയാണ്ടവരും നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. സ്തോത്രം ചെയ്യുന്നു. നിനക്ക് വിടുതൽ വേണോ? ദൈവത്തിന്റെ പാദപീഠത്തിൽ കിടക്കണം. നിനക്ക് അനുഗ്രഹമാണോ? ദൈവത്തിന്റെ പാദപീഠത്തിൽ കിടക്കണം. നിനക്ക് സൗഖ്യമാണോ? ദൈവത്തിന്റെ പാദപീഠത്തിൽ കിടക്കണം. നിനക്ക് ഉയർച്ച വേണോ? ദൈവത്തിന്റെ പാദപീഠത്തിൽ കിടക്കണം. കിടന്നാൽ നിശ്ചയമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, ഭേദം വരുത്തുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ, 15. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്നു പിടിക്കുക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 ഇടങ്ങഴി യവം അതിൽ അളന്നു കൊടുത്തു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പട്ടണത്തിലേക്ക് പോയി നീ പുതച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. അവൾ കൊണ്ടുവന്ന് പിടിച്ചു. സ്തോത്രം ചെയ്യുന്നു. 6 ഇടങ്ങഴി യവം അതിൽ അളന്നു. 6 ഇടങ്ങഴി യൗവം അളന്ന് കൊടുക്കുവാൻ കാരണമായി തീർന്നു. തൻ്റെ യജമാനൻ വയലിൻ്റെ ഉടമസ്ഥൻ ബോവാസ് രൂത്തിന് 6 ഇടങ്ങഴി യൗവം അളന്ന് കൊടുക്കാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്തു. അവൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചപ്പോൾ ഒരു പറ യൗവം അവൾ സ്തോത്രം ചെയ്ത് സമ്പാദിച്ചു. എന്നാൽ ഇപ്പോൾ കാൽക്കൽ കിടന്ന രൂത്തിന് ബോവാസ് കൊടുത്തത് 6 ഇടങ്ങഴി യൗവം അളന്ന് കൊടുക്കാൻ കാരണമായി തീർന്നു. നീ കിടന്നാൽ വെറുതെ ആകത്തില്ല, നീ ഉപസിക്കുന്നത് വെറുതെ ആകത്തില്ല, ദൈവപാദപീഠത്തിൽ കരയുന്നത് വെറുതെ ആകത്തില്ല. ദൈവം അളന്ന് നിനക്ക് തരും. സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇവിടെ വേറൊരു കാരണം സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം 6 ഇടങ്ങഴി അല്ലെങ്കിൽ യുവം മാത്രം മതിയോ അവളുടെ ജീവിതകാലം മൊത്തം ജീവിപ്പാൻ? അല്ല, ഇത് താൽക്കാലികമാകുന്നു. സ്തോത്രം ചെയ്തു. മനുഷ്യൻ്റെ സഹായത്തിനും സ്നേഹത്തിനും പരിധികളുണ്ട്, വരമ്പുണ്ട്, അല്ലെങ്കിൽ അതിർത്തിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സഹായത്തിനും സ്നേഹത്തിനും പരിധിയില്ല, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, പരിധിയില്ല. സ്തോത്രം ചെയ്യുന്നു. അവൻ ഹൃദയം നിറച്ച്, മനസ്സ് നിറച്ച്, നിന്റെ ഭവനം നിറച്ച് നന്മ തരുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 4:10 വായിച്ചാട്ടെ. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിക്കൽ നിന്നും മറഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിൽക്കേണ്ടതിന് മംഗ്ലോന്റെ ഭാര്യ മോവാബ് സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനു നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. മോവാബ് സ്ത്രീയായിരുന്ന രൂത്തിനെ, സ്വന്തം വയലിൽ ജോലിക്ക് വന്ന രൂത്തിനെ ബോവാസ് വിവാഹം ചെയ്യുവാൻ തീരുമാനിക്കുകയും അവന് ഒരു പുതിയ കുടുംബജീവിതത്തിലെ സഖിയായിട്ട് എടുക്കുവാനും അവർ ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചു. രൂത്തിനെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ പട്ടണക്കാരെ സാക്ഷി നിർത്തി
അവളെ ഏറ്റെടുക്കുവാനും അല്ലെങ്കിൽ രൂത്തിന് പുതിയൊരു ജീവിതം കൊടുക്കുവാനും ബോവാസിനെ കാരണമാക്കി തീർത്തു. ബോവാസ് രൂത്തിനെ സ്തോത്രം ചെയ്യുന്നു വിവാഹം കഴിക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അന്യജാതിക്കാരിയായിരുന്ന സ്തോത്രം ചെയ്യുന്നു രൂത്തിനെ സ്വന്തം വയലിൽ ദൈവത്തിൻ്റെ വയലിൽ കൊണ്ടുവന്ന് അതേ ഉടമസ്ഥനോടുകൂടെ സ്തോത്രം ചെയ്യുന്നു വിവാഹം ചെയ്യുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു ബോവാസിനോട് കൂടെ ദൈവം കാണിച്ച കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിവാഹമാകാതെ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ നിന്റെ അല്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. സ്തോത്രം ദൈവം നിനക്ക് വഴികൾ തുറന്നു തരും. സ്തോത്രം നിന്നെ എവിടെ കൊണ്ട് എത്തിക്കണമെന്നും ആരോട് കൂട്ടി യോജിപ്പിക്കണമെന്നും എവിടെ ഉറപ്പിക്കണമെന്നൊക്കെ അല്ലെങ്കിൽ ദൈവത്തിനറിയാം. വിവാഹമാകാതിരിക്കുന്ന സഹോദരി സഹോദര, നിനക്ക് വേണ്ടി ദൈവം നല്ലതും വലുതും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നീ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കണം. ദൈവമായിട്ടുള്ള കണക്ഷൻ നിനക്കുണ്ടായിരിക്കണം. ദൈവമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടായിരിക്കണം. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നാൽ സ്തോത്രം ചെയ്യുന്നു നീ അർഹിക്കാത്തത് സ്തോത്രം ചെയ്യുന്നു നല്ലതും വലുതും നിന്റെ കയ്യിൽ ദൈവം തരുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ നന്മയ്ക്കായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായവർക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. രൂത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. രൂത്ത് സ്തോത്രം ചെയ്യുന്നു. പഴയ ദേശം മോവാബ് ദേശം വിട്ടപ്പോൾ ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ ദേശമായിരിക്കുന്ന യഹൂദ ദേശത്ത് ദേശം കൊടുത്ത് സ്തോത്രം ചെയ്യുന്നു. രൂത്ത് മോവാബ് പട്ടണത്തെ വിട്ടപ്പോൾ യഹൂദ പട്ടണം സ്തോത്രം ചെയ്യുന്നു രൂത്തിന് വേണ്ടി കൊടുത്തു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ രൂത്തിന്റെ മോവാബ് സ്തോത്രം രൂത്തിന്റെ മോവാബ് ഭവനം വിട്ടപ്പോൾ സ്തോത്രം ചെയ്യുന്നു നല്ലതും വലുതുമായ ബോവസിന്റെ ഭവനം യഹൂദ ദൈവം കൊടുത്തു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ മോവാബ് ദേശത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം എല്ലാം മോവാബ് രൂത്തിന് എല്ലാം സ്തോത്രം ചെയ്യുന്നു യഹൂദ ദേശത്ത് കൊടുക്കുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായവർക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. 1-ാം അധ്യായത്തിന്റെ സ്തോത്രം ചെയ്യുന്നു 16-17 വായിച്ചാട്ട് ഞാൻ നിർത്തുവാൻ പോകുന്നു. 1-ാം അധ്യായത്തിന്റെ സ്തോത്രം ചെയ്യുന്നു 16-17. അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. ഒന്ന് നിർത്തി. അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് നീ പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം. നിന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം. നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. മരണത്തിനല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ഇതാകുന്നു രൂത്തിന്റെ തീരുമാനം. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദൈവം എന്റെ ദൈവമാണ്. അന്യജാതിക്കാരിയായിരിക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം അന്യജാതിക്കാരിയായിരിക്കുന്ന രൂത്ത് അല്ലെങ്കിൽ നവോമിയോട് പറയുന്ന സ്തോത്രം നിന്റെ ദൈവം എന്റെ ദൈവമാണ്. നിന്റെ ജനം എന്റെ ജനമാ. സ്തോത്രം നീ എവിടെ മരിച്ച് അടക്കപ്പെടുന്നു അവിടെ തന്നെ ഞാനും മരിച്ചടക്കപ്പെടും. അല്ലെങ്കിൽ സ്തോത്രം പുതിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാമോ? എന്റെ ദൈവജനത്തിന് എടുക്കാമോ? പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുക്കാമോ? ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് തീരുമാനമെടുക്കാമോ? സ്തോത്രം ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ അധ്വാനിക്കുമെന്ന് തീരുമാനമെടുക്കാമോ? ആത്മീയത്തിൽ വളരുമെന്ന് തീരുമാനമെടുക്കാമോ? ദൈവത്തിന്റെ വേല ചെയ്യാമെന്ന് തീരുമാനമെടുക്കാമോ? സ്വർഗരാജ്യത്തിന്റെ കെട്ടിപ്പണിക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമെന്ന് പുതിയ തീരുമാനമെടുക്കാമോ? സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. പല പുതിയ തീരുമാനങ്ങൾ എടുത്ത് നീ ഉറച്ചു നിന്നാൽ സ്തോത്രം ചെയ്യുന്നു വലിയ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിന്റെ കയ്യിൽ തരുവാൻ കാരണമായി തീരും. വലിയ ഉന്നതങ്ങളിൽ നിന്നെ കൊണ്ടുപോയി ആക്കി വയ്ക്കും. വലിയ ഉന്നതങ്ങളിൽ ദൈവം നിന്നെ
നയിക്കും. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നിനക്ക് സ്വന്തമല്ലാത്തത് പലതും ദൈവം നിന്റെ കയ്യിൽ തരും. പുതിയ തീരുമാനങ്ങൾ എടുത്താൽ സ്തോത്രം ചെയ്യുന്നു, ദൈവം നിന്റെ കയ്യിൽ തരും. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആവർത്തന പുസ്തകം സ്തോത്രം ചെയ്യുന്നു 23-ന്റെ ആവർത്തന പുസ്തകം 23-3 അവിടെ പറയുന്നു, അമോനിയനോ ഒരു മോവാബിയനോ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു തലമുറ 10ാം തലമുറ വരെ ദൈവത്തിന്റെ സന്നിധിയിൽ സഭയിൽ പ്രവേശിക്കരുത്. ആമേൻ. ഒരു അമോനിയനോ മോവാബിയനോ അവരുടെ സന്തതികളോ തലമുറയോ ആരും ആമേൻ സ്തോത്രം ചെയ്യുന്നു അവരുടെ 10ാം തലമുറ വരെ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുതെന്ന് മോശയുടെ പ്രമാണം ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. പ്രമാണം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു ആ പ്രമാണത്തെ ദൈവം തിരുത്തുവാൻ കാരണമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയ തീരുമാനങ്ങൾ എടുത്താൽ ദൈവം നിന്നെ മാനിക്കും, അനുഗ്രഹിക്കും, ഉയർത്തും. സ്തോത്രം ചെയ്യുന്നു. ബോവാസിന്റെ മകൻ സ്തോത്രം ചെയ്യുന്നു. ബോവാസിന്റെ മകൻ ഒബദ്യാവിന്റെ മകൻ യേശായുടെ മകൻ ദാവീദിന്റെ കുലത്തിൽ യേശു ജനിക്കുവാൻ കാരണമായി തീർന്നു. യേശുവിനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു ദാവീദിന്റെ കുലത്തിൽ യേശു ജനിക്കുവാൻ തക്കവണ്ണം രൂത്തിനെ തെരഞ്ഞെടുത്തു. ദൈവം രൂത്തിനെ ഉപയോഗിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. നീ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും. ശപിക്കപ്പെട്ട ദേശത്തിലുള്ള സ്ത്രീയിൽ കൂടെ യേശുവിന്റെ അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ജനിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചതിന് ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതിയും ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓർപ്പയുടെ പേരിന്റെ അർത്ഥം സ്തോത്രം ചെയ്യുന്നു മാൻപേടയാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കണ്ടം. സ്തോത്രം ചെയ്യുന്നു. നവോമിയുടെ പേരിന്റെ അർത്ഥം സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു സന്തോഷം അല്ലെങ്കിൽ ആനന്ദം. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ബോവാസിന്റെ പേരിന്റെ അർത്ഥം ശക്തിമാൻ. സ്തോത്രം ശക്തി ഉള്ളവൻ. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. രൂത്തിന്റെ പേരിന്റെ അർത്ഥം സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു സഖി എന്നാകുന്നു. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. സ്തോത്രം ചെയ്യുന്നു സ്ഥിരത ഉള്ളവൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടുകൂടെ നിന്ന് സ്ഥിരതയോടുകൂടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പിടിച്ച് നിൽക്കുക. സ്തോത്രം ചെയ്യുന്നു. രൂത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സ്തോത്രം ചെയ്യുന്നു. രൂത്തിന്റെ പ്രത്യേകത 1 കൃത്യതുല്യമായ സ്നേഹം, 2 ഭക്തി, 3 പ്രയത്നശീലം, 4 അനുസരണ, 5 കളങ്കമില്ലാത്തവൾ, 6 ആഴത്തിലുള്ള തീരുമാനമെടുത്തു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് നടന്ന കാലഘട്ടം കാലം സ്തോത്രം BC. സ്തോത്രം ചെയ്യുന്നു. BC 1320 ഈ സംഭവങ്ങൾ നടന്നത്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം നാം ആരോട് പറ്റിയിരിക്കണം? സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനക്കാരോട് നാം പറ്റിയിരിക്കണം. ആ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്നവരോട് നാം പറ്റിയിരിക്കണം. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. രൂത്ത് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു നവോമിയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നവോമിയോട് കൂടെ രൂത്ത് പറ്റി നിന്നത് കൊണ്ട് അവളിന് വലിയ വലിയ കാര്യങ്ങൾ ദൈവം അവളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ചെയ്തു കൊടുക്കാൻ കാരണമായി തീർന്നു. പറ്റിയിരുന്നത് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ദിവസങ്ങളിൽ സ്വന്തം ദൈവത്തോടുകൂടെ പറ്റിയിരുന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിക്കാം. ദൈവവചനങ്ങളാൽ ദൈവം ഇന്നുമെന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു. നല്ല കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സർവ്വജീവന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം വിളമ്പാൻ ശുശ്രൂഷിപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം. നീ അനുഗ്രഹിച്ചതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് ദൈവപ്രവൃത്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ ദിവസങ്ങൾ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. മാനുമാത്വത്തിനുമേനി എടുക്കണം. അസനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജയം തന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.